ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പാർട്ട് 2 എന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഞാൻ വേറൊരു കാര്യവുമായിട്ട് ഇൻഫോർമേറ്റീവായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. നേരത്തെ ഞാൻ എങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് സെറ്റ് കിട്ടിയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കേട്ടിട്ട് 2 and 3 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സ്ട്രാറ്റജീസ്, അത് കിട്ടാൻ വേണ്ടി ഞാൻ ഏതൊക്കെ മെത്തേഡ്സാണ് ഫോളോ ചെയ്തത്, ഈ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് അറിയാലോ എന്തൊക്കെയാണ് ഇപ്പോൾ എൻ്റെ പോരായ്മകളൊക്കെ അറിയണമെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പം കമൻറ്റ് ഇടുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സമയം 6:45 വൈകുന്നേരം. ചിലപ്പം ലൈറ്റ് ഇങ്ങനെ പോകും. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയാം, ഞാൻ അധികം ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ ഞാൻ സ്മാർട്ട് വർക്കാണ് ചെയ്തത്. ലൈക്ക് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഞാൻ സെറ്റിൻ്റെ പ്രയോഗിച്ച അതേ സ്ട്രാറ്റജീസ് തന്നെ. ആദ്യമായിട്ട് നമ്മൾ എക്സാം എഴുതാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഒബ്വിയസ്ലി എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത്? മുൻ വർഷത്തെ ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ ഏത് എക്സാം ആയിക്കോട്ടെ, നമ്മൾ അറിയില്ല, ആദ്യമായിട്ട് എഴുതാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം? പഴയ ക്വസ്റ്റ്യൻസ് നോക്കി വെക്കണം. അതിൽ നിന്ന് എന്ത് ചെയ്യണം? നന്നായി നോക്കുക, മീൻസ് നന്നായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. അതുവഴി എങ്ങനെ മനസ്സിലാവും നമുക്ക് ഏതൊക്കെ നമ്മൾ എഴുതി വെക്കണം? ഇന്നെന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അത് ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലൈക്ക് എത്ര പ്രാവശ്യം ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൽ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. പിന്നെന്താണ്, ഞാൻ പേഴ്സണലി യൂട്യൂബ് ചാനലുകൾ കണ്ടിട്ടാണ് പാസ്സായിട്ടുള്ളത്. കോമ്പറ്റേറ്റീവ് ക്രാക്കർ, I+, ഇതുപോലുള്ള കുറച്ച് യൂട്യൂബ് ചാനലുകൾ ഞാൻ കണ്ടിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി കുറച്ച് അറിയായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് മീൻസ് PSC ഉള്ളതുകൊണ്ട് GK, ഹിസ്റ്ററി, കറണ്ട് അഫയേഴ്സ് ഇത് കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ് മെയിൻ ആയതുകൊണ്ട് തന്നെ മെയിൻ സബ്ജക്റ്റ് ഇംഗ്ലീഷാണ് എൻ്റെ. അതുകൊണ്ട് എനിക്ക് വലിയ രീതിയിൽ ഗ്രാമറും ഇംഗ്ലീഷിൻ്റെ വിഷയവും കുഴപ്പമുണ്ടായിരുന്നില്ല. മലയാളം അതുപോലെ അങ്ങനെ അതൊന്നും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പഠിച്ചിരുന്നു, അങ്ങനെ വേണം പറയാൻ. കുഴപ്പമില്ലായിരുന്നു, ഞാൻ എന്താ വലിയ പുള്ളി എന്നുള്ള രീതിയിൽ അങ്ങനെയല്ല. അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിലൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറയാൻ പോകുന്നത്, ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് എഴുതി നോക്കാം എന്നുള്ള രീതിയിലൊന്നും ആരും പോയി എഴുതരുത്. നമ്മളൊരു അറ്റംപ്റ്റ് കളയണ്ട. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതി നോക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ് മീൻസ് ചില ആളുകളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാമല്ലോ, ഒന്ന് വെറുതെ എഴുതി നോക്കാം. അങ്ങനെ നോക്കണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അന്വേഷിച്ച് നോക്കുക, പരിചയപ്പെടുക. അതിനുശേഷം ഫസ്റ്റത്തെ എക്സാം എഴുതുക, സീരിയസ് ആയിട്ട് തന്നെ എഴുതുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേട്ടിട്ടില്ലാണ്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളതാണ്. ഇപ്പം ഒരു പ്രൈവറ്റ് സ്കൂളിലാണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ കൂടി അവർ ഇപ്പം കേട്ടിട്ടുണ്ടെങ്കിൽ അവരെ പരിഗണിക്കുള്ളൂ. അപ്പോൾ ഇത് നമ്മളുടെ ഒരു നീഡാണ്. നമുക്കിതില്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു സംഭവം നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കണം. പിന്നെ ഞാൻ പറഞ്ഞ സ്പീഡാവുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ലൈറ്റ് പോകുന്നുണ്ട് കേട്ടോ, നാച്ചുറൽ ലൈറ്റ് പോകുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ കുറേ ഇങ്ങനെ യൂട്യൂബ് ക്ലാസ്സുകളും അങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതുപോലെ ഇത്തരം മെത്തേഡിലൂടെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ റെഫർ ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഞാൻ പറയുന്നത് സൈക്കോളജി അതുപോലെ തന്നെ ഫിലോസഫി ഇങ്ങനെ ഇതിൻ്റെ ടെക്സ്റ്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, അതായത് PGൻ്റെ ഡിഗ്രീൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നോക്കാം. പിന്നെ ഞാനതും ആക്ച്വലി നോക്കില്ല, എൻ്റെ നാട്ടിലായിരുന്നു, ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട് അതും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ യൂട്യൂബ് തന്നെയാണ് ഫുള്ള്. ആദ്യം ഞാൻ ചെയ്തിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് പറഞ്ഞു, PYQ അനാലിസിസ്. അതുപോലെ തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഏത് എക്സാം ആണെങ്കിലും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. മീൻസ് അതിൻ്റെ സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് മറന്നുപോയി, സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. അത് വെച്ചിട്ട് വേണം നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് എല്ലാവരും പഠിക്കേണ്ടത്. അപ്പം ഞാൻ രാത്രി കാലങ്ങളിലായിരുന്നു പഠിക്കാൻ പ്രിഫർ ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ആരെയും എൻ്റെ ഒരു മെത്തേഡ് ഓഫ് ലേണിങ്ങിലേക്ക് നിങ്ങൾ ആരെയും ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പഠിക്കണം എന്നല്ല പറയാം. യു ഫോളോ വാട്ട് എവർ യു ലവ്, അല്ലെങ്കിൽ വാട്ട് എവർ യു യൂസ് ടു ബി. നിങ്ങൾക്ക് ഏതാണോ യൂസ് ടു ആയിട്ടുള്ള മെത്തേഡ് ഓഫ് ലേണിംഗ് അത് നിങ്ങൾ ഫോളോ ചെയ്യുക. പക്ഷെ ഞാൻ എൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഇതിനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ഏതൊക്കെ സ്ട്രാറ്റജീസിലൂടെയാണ് പഠിച്ചത്, അല്ലെങ്കിൽ എൻ്റെ ഒരു രീതി എന്തൊക്കെയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് യൂസ്ഫുൾ ആകുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഇനിയിപ്പോൾ എഴുതാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം. ഞാൻ വീഡിയോ ചെയ്യുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം ഇന്നലെയാണ് കേട്ടറ്റിൻ്റെ റിസൾട്ട് 2024 വന്നിട്ടുള്ളത്. അപ്പം എല്ലാ കിട്ടിയ ആളുകൾക്കൊക്കെ വിജയാശംസകൾ. അതുപോലെ കിട്ടാത്ത ആളുകൾക്കും ഞാൻ പറയട്ടെ,
ഇത് നമ്മളൊരു ഒന്നിൽ ഫെയിലായി എന്ന് പറയുമ്പോൾ നമ്മളതിൽ അത് വിട്ടു പോവരുത്. ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ ഇന്നതൊക്കെയാണ് എൻ്റെ പോരായ്മ. അപ്പോൾ ആ ഒരു പോരായ്മകളെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, അടുത്തത് കുറച്ചും കൂടെ ഇപ്പം നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് എത്രമാത്രം വർക്ക് ചെയ്തു എന്ന് അറിയാമല്ലോ. അപ്പോൾ ഇനി അടുത്ത് എന്ത് ചെയ്യണം, ഇതിൽ കൂടി കൂടുതൽ നിങ്ങൾ പഠിക്കാൻ നോക്കണം. പിന്നെ നിങ്ങൾ മെയിൻ സബ്ജക്റ്റിൽ കുറച്ച് നോളജ് ഉണ്ടാക്കി വെക്കുക. അത് നിങ്ങൾ ഞാനിപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ബാക്കിയുള്ള വിഷയങ്ങൾ അറിയില്ല. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് സീക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ രീതിയിലൊക്കെ നിങ്ങൾ അതിന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, പഠിക്കുക. സെൽഫ് സ്റ്റഡി യൂട്യൂബൊക്കെ ബെനിഫിറ്റ് ആണ്. അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ നന്നായിട്ട് റിവൈസ് ചെയ്യുക. എല്ലാ എക്സാം നമ്മൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ സൈക്കോളജി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് സബ്ജക്റ്റ് അങ്ങനെയൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം കഴിഞ്ഞ വർഷം നടന്നതാണ്. ഞാനതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായി പഠിക്കണം. ഇപ്പം നമ്മളിപ്പോൾ കിട്ടിയില്ല വിഷമിക്കേണ്ട, അടുത്ത പ്രാവശ്യം എന്തായാലും കിട്ടിയിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യാം. നമ്മൾ പഠിക്കുക, അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം. ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബൈ.